നമസ്കാരം. N4 ന്യൂസിന്റെ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കോഴിമുട്ടയ്ക്കുള്ളിൽ സുഷിര ചിത്രം. VS അച്യുതാനന്ദന് അന്ത്യാഞ്ജലിയുമായി വടക്കാഞ്ചേരി സ്വദേശി സൂരജ് കുമാർ. പുന്നയൂർ പഞ്ചായത്തിലെ എടക്കടിയൂർ കാതിരിയ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ. ചില്ലി ചിക്കനിൽ സോസ് കൂടിയെന്ന ആരോപണം. ഹോട്ടൽ ജീവനക്കാരന് മർദ്ദനമേറ്റു. കോടാലി പൂവാലിത്തോട് പാലത്തിന് സമീപം മുരിക്കിങ്ങൽ റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. ഇതുവഴിയുള്ള യാത്ര അപകട ഭീഷണിയാകുന്നു. ഹായ് ഫ്രണ്ട്സ്. കയ്പമംഗലം വടംവലി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട ഢാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിനുള്ള സ്ഥലം ഏറ്റെടുത്ത് 1 വർഷമായിട്ടും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ലെന്ന് ആക്ഷേപം. വിശദമായ വാർത്തയിലേക്ക്. കോഴിമുട്ടയ്ക്കുള്ളിൽ സുഷിര ചിത്രം. VS അച്യുതാനന്ദന് അന്ത്യാഞ്ജലിയുമായി വടക്കാഞ്ചേരി സ്വദേശി സൂരജ് കുമാർ. അന്തരിച്ച VS അച്യുതാനന്ദന്റെ ഓർമ്മയ്ക്കായി കോഴിമുട്ടയ്ക്കുള്ളിൽ VSന്റെ ചിത്രം വരച്ച് വടക്കാഞ്ചേരി സ്വദേശി ആർട്ടിസ്റ്റ് സൂരജ് കുമാർ. കോഴിമുട്ടയിലെ സുഷിര ചിത്രകലയിലൂടെയാണ് VS അച്യുതാനന്ദന്റെ ചിത്രം സൂരജ് വരച്ചത്. ഏറെ ശ്രദ്ധയോടും ക്ഷമയോടുമാണ് ചിത്രം പൂർത്തീകരിച്ചത്. കോഴിമുട്ടയിൽ കൂർത്ത കമ്പി കൊണ്ട് സുഷിരമുണ്ടാക്കി ഇഞ്ചക്ഷൻ സിറഞ്ച് ഉപയോഗിച്ച് അതിനുള്ളിലെ വെള്ളയും മഞ്ഞക്കരുവും പുറത്തെടുത്ത ശേഷം മുട്ടയുടെ ഉൾവശം വൃത്തിയാക്കിയാണ് ചിത്രം വരച്ചത്. പുന്നയൂർ പഞ്ചായത്തിലെ എടക്കടിയൂർ കാതിരിയ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ. പഞ്ചായത്തിലെ 13, 14 വാർഡുകളിലെ ജനങ്ങൾ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് നിരവധി വർഷങ്ങളായി. എടക്കടിയൂർ ഹൈസ്കൂളിലേക്കും തൊട്ടടുത്ത മദ്രസയിലേക്കുമടക്കം നിരവധി വിദ്യാർത്ഥികളാണ് ഈ വെള്ളക്കെട്ടിലൂടെ കടന്നുപോകുന്നത്. വെള്ളക്കുഴികളിൽ വീണ കുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അപകടവും പതിവായി. കാന നിർമ്മാണം പൂർത്തീകരിക്കാത്തതും അശാസ്ത്രീയമായ നിർമ്മാണവുമാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് പറയുന്നു. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും പഞ്ചായത്ത് സ്വീകരിച്ചില്ലെന്നാണ് ആക്ഷേപം. ഇത് തുടർന്നാൽ ജനകീയ സമരങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ചില്ലി ചിക്കനിൽ സോസ് കൂടിയെന്ന ആരോപണം. ഹോട്ടൽ ജീവനക്കാരന് മർദ്ദനമേറ്റു. തളിക്കുളം ചിക്ക് സിറ്റി ഹോട്ടലിലെ പാചകക്കാരൻ ഷാജഹാനാണ് മർദ്ദനത്തിൽ പരിക്കേറ്റത്. ഇയാളെ ഏങ്ങണ്ടിയൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃപ്രയാർ യൂണിറ്റ് പ്രതിഷേധിച്ചു. പ്രതിയെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നും അല്ലാത്ത പക്ഷം ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്നും സെക്രട്ടറി അക്ഷയ് എസ് കൃഷ്ണ, പ്രസിഡന്റ് RA മുഹമ്മദ് എന്നിവർ പറഞ്ഞു. കോടാലി പൂവാലിത്തോട് പാലത്തിന് സമീപം മുരിക്കിങ്ങലിലേക്കുള്ള റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. ഇതുവഴിയുള്ള യാത്ര അപകട ഭീഷണിയാകുന്നു. സർവീസ് സ്റ്റേഷൻ മുരിക്കിങ്ങൽ റോഡിലെ കൽവേർട്ട് പാലത്തിനോട് ചേർന്നാണ് ടാറിട്ട റോഡിൽ മണ്ണിടിഞ്ഞ് വലിയ ഗർത്തം രൂപപ്പെട്ടത്. മുരിക്കുങ്ങൽ, താളൂപ്പാടം, മുപ്ലി പ്രദേശങ്ങളിൽ നിന്നുള്ളവർക്ക് കോടാലിയിലേക്ക് എത്താനുള്ള എളുപ്പമാർഗം കൂടിയാണ് ഈ റോഡ്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിൽ നിന്ന് മുരിക്കുങ്ങൽ ഭാഗത്തേക്ക് തിരിയുന്ന റോഡ് ആരംഭിക്കുന്ന ഭാഗത്ത് കൈത്തോടിന് കുറുകെയുള്ള ചെറിയ കോൺക്രീറ്റ് പാലത്തിന്റെ സ്ലാബിനോട് ചേർന്നാണ് ഗർത്തം ഉണ്ടായിട്ടുള്ളത്. യാത്രക്കാർക്ക് മുന്നറിയിപ്പ് നൽകാനായി ഇതിനു ചുറ്റും കല്ലുകൾ സ്ഥാപിച്ച് താൽക്കാലിക സംവിധാനം ഒരുക്കിയിരിക്കുകയാണ് നാട്ടുകാർ. മുൻപും ഇവിടെ റോഡരികിലെ മണ്ണിടിഞ്ഞ് അപകട ഭീഷണി ഉണ്ടായിരുന്നു. റോഡിന്റെ ദുർബലാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. എന്നാൽ മറ്റത്തൂർ പഞ്ചായത്ത് ഉദ്യോഗസ്ഥരെത്തി അപകടാവസ്ഥയിലുള്ള റോഡ് പരിശോധിച്ചതായും ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ച് എത്രയും വേഗം അറ്റകുറ്റപ്പണി നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കുമെന്നും വാർഡ് മെമ്പർ ലിൻഡോ പള്ളിപ്പറമ്പൻ അറിയിച്ചു. ഹായ് ഫ്രണ്ട്സ്. കയ്പമംഗലം വടംവലി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. മലപ്പുറം ജില്ലയിലെ ആഹാ ഫ്രണ്ട്സ് എടപ്പാൾ ടീം ജേതാക്കളായി. ചെർപ്പുളശ്ശേരി റെഡ് ഫോഴ്സ് ടീമിനെയാണ് ഫൈനലിൽ പരാജയപ്പെടുത്തിയത്. തൃശൂർ പാമ്പൂർ ഐലൻഡ് ടീം 3ാം സ്ഥാനവും എറണാകുളം കാനൂർ വലൻസിയ ക്ലബ് 4ാം സ്ഥാനവും നേടി.
ഇരിങ്ങാലക്കുട ഢാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിനുള്ള സ്ഥലം ഏറ്റെടുത്ത് ഒരു വർഷമായിട്ടും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ലെന്ന് ആക്ഷേപം. ഇതുമൂലം കുഴികൾ രൂപപ്പെട്ട റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല. കഴിഞ്ഞ വർഷം ജൂലൈ 15-നാണ് ഇരിങ്ങാലക്കുട ഢാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിന്റെ ഭാഗമായി ഇരുവശത്തു നിന്നും സ്ഥലം ഏറ്റെടുക്കൽ പൂർത്തിയായി കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത്. 100 ദിവസത്തിനകം പണികൾ പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ വലിച്ചതൊഴിച്ചാൽ വൈദ്യുതി കാലുകൾ മാറ്റി സ്ഥാപിക്കുകയോ തുടർ നടപടികളോ ഉണ്ടായിട്ടില്ല. ശക്തമായ മഴയിൽ റോഡിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിരിക്കുകയാണ്. റോഡ് കോൺക്രീറ്റിംഗ് ചെയ്യാൻ ഒരുങ്ങുന്നതിനാൽ കുഴികൾ അടയ്ക്കാനുള്ള നടപടികളും അധികാരികളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഇരിങ്ങാലക്കുട നഗരത്തിന്റെ പ്രധാനപ്പെട്ട പൂതംകുളം മുതൽ സെന്റ് ജോസഫ് കോളേജ് വരെയുള്ള ഢാണ ചന്തക്കുന്ന് റോഡ് 4 വരി വീതിയിൽ വികസിപ്പിക്കുന്നതിനായി സമർപ്പിച്ച പദ്ധതിക്ക് അനുമതിയായതായും പ്രവൃത്തികൾ ഉടൻ ആരംഭിക്കുമെന്നും KSTP അധികൃതർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നോക്കാം. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഇവാനിയ ഗോൾഡ് തൃശൂർ. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും. ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ, നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. 100% വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. ഇവാനിയ ഗോൾഡ് തൃശൂർ. സ്വർണ്ണവില 125 രൂപ കുറഞ്ഞു. ഗ്രാമിന് 9255 രൂപ, പവന് 74,040 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 27 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിമുട്ടയ്ക്കുള്ളിൽ സുഷിര ചിത്രം. VS അച്യുതാനന്ദന് അന്ത്യാഞ്ജലിയുമായി വടക്കാഞ്ചേരി സ്വദേശി സൂരജ് കുമാർ. പുന്നയൂർ പഞ്ചായത്തിലെ എടക്കടിയൂർ കാതിരിയ റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷം. നിരവധി വീടുകൾ വെള്ളക്കെട്ടിൽ. ചില്ലി ചിക്കനിൽ സോസ് കൂടിയെന്ന് ആരോപണം. ഹോട്ടൽ ജീവനക്കാരന് മർദ്ദനമേറ്റു. കോടാലി പൂവാലിത്തോട് പാലത്തിന് സമീപം മുരിക്കിങ്ങൽ റോഡിൽ ഗർത്തം രൂപപ്പെട്ടു. ഇതുവഴിയുള്ള യാത്ര അപകട ഭീഷണിയാകുന്നു. ഹായ് ഫ്രണ്ട്സ് കയ്പമംഗലം വടംവലി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അഖില കേരള വടംവലി മത്സരം സംഘടിപ്പിച്ചു. ഇരിങ്ങാലക്കുട ഢാണ ചന്തക്കുന്ന് റോഡ് വികസനത്തിനുള്ള സ്ഥലം ഏറ്റെടുത്ത് ഒരു വർഷമായിട്ടും നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിട്ടില്ലെന്ന് ആക്ഷേപം. ഇതോടെ ഇന്നത്തെ ഉച്ചവാർത്തകൾ പൂർണ്ണമാകുന്നു. ഈ വാർത്തയുടെ പുനർസംരക്ഷണം വൈകിട്ട് 3-നും 4:30-നും 6:30-നും ഉണ്ടായിരിക്കും. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും A4 ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ്. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.